കേരളത്തിൽ താമര വിരിയുമെന്ന് നമ്മൾ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് വേറിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ബംഗാൾ, അസം, പുതുച്ചേരി. പുതുച്ചേരി ഇവിടങ്ങളിലൊക്കെ BJP തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം ബംഗാളുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രഹസനങ്ങളാണ് മമത കാണിച്ചു കൂട്ടിയത്. ഏറ്റവും ഒടുവിൽ റീപോളിംഗ് നടത്തേണ്ടി വന്നു. ഫാൽട്ട എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിൽ 285 ബൂത്തുകളിലായിട്ടാണ് ഇവിടെ റീപോളിംഗ് ഒക്കെ നടന്നത്. എങ്കിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് നമ്മുടെ മലയാളി മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു പടി മുന്നിൽ തന്നെയാണ് BJP എന്ന് പറയാം. നമുക്കപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 28 സംസ്ഥാനങ്ങൾ, അതിൽ 21 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ, നിയമസഭാ അസംബ്ലി ഉള്ള 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും BJP തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ വീണ്ടും ഈ എണ്ണം കൂടുകയാണ്. 21 എന്നുള്ളത് അസമിൽ വരാൻ സാധ്യതകൾ കൂടുതലാണ്, വരും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ബംഗാളിൽ വരും, പിന്നെ പുതുച്ചേരിയിലും വരും എന്നുള്ളതാണ്. അപ്പോൾ 24ലേക്ക് ഈ കൗണ്ട് മാറുകയാണ്. അത് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം പടിപടിയായിട്ടുള്ള വളർച്ചയാണ്. ചുമ്മാ ചെന്നിട്ട് അവിടെ വലിയൊരു ബഹളമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ദിപ്പ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ടല്ല BJP ഒരു സ്ഥലങ്ങളിലും പോയിട്ട് ഭരണം പിടിച്ചിട്ടുള്ളത്. ഭരണം പിടിച്ച സ്ഥലങ്ങളിൽ പിന്നീട് ഒരിക്കലും ഭരണം കൈവിട്ട് പോയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബംഗാളിലും ഇത്തരത്തിൽ തന്നെയല്ലേ. ബംഗാളിൽ ഇത്രയും കാലം മമത ഭരിച്ചു. മമത ഭരിച്ചിട്ട് എന്താണ് ഉണ്ടായത്? ഏറ്റവും ഒടുവിൽ പോലും കേന്ദ്ര സേന ഇറങ്ങിയിട്ട് പോലും മമതയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത ഒരു ഓഫീസറെ, സർക്കാർ ഉദ്യോഗസ്ഥനെ തല്ലി ശരിയാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്രത്തോളം സ്വാധീനം അവിടെ കേന്ദ്രസേന ഇറങ്ങിയിട്ടും മമതയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അവിടെയാണ് BJP മുന്നിട്ട് വരുന്നത്. അവിടെയുള്ള ജനങ്ങൾ അവർക്കും നല്ല ഒരു ഭരണം, അതായത് അവരുടെ മുന്നിലേക്ക് അവരുടെ കാര്യങ്ങൾ വരുത്താനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും വേണ്ടുന്ന ഒരു സർക്കാർ അവിടെ എത്തേണ്ട സമയം അതിക്രമിച്ചു. എത്രയോ വർഷക്കാലം CPM ഭരിച്ച് മുടിച്ചതാണ്. അവിടെ നിന്നാണ് മമതയുടെ കയ്യിലേക്ക് എത്തുന്നത്. മമത ഒട്ടും പുറകിലായിരുന്നില്ല. ഒരു പക്ഷേ CPM ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതലാണ് അവിടെ ഗുണ്ടായിസം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. പെൺഗുണ്ടയായിരുന്നു സത്യത്തിൽ മമത എന്ന് പറയുന്നാലും തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയനെ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അതായത് പശ്ചിമ ബംഗാളിൻ്റെ ഇതുവരെ ഉണ്ടായ ചരിത്രത്തെ ഒന്ന് തിരുത്തി കുറിക്കണം എന്നുള്ള ആഗ്രഹം അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അവർക്ക് കൃത്യമായിട്ട് മാതൃകകൾ മുന്നിലുള്ളപ്പോഴാണ് അവർ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത്. മറ്റേ ഗതിയിട്ടിട്ടാണ് ചൂസ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ കാലഘട്ടം, കോൺഗ്രസിൻ്റെ ഭരണ കാലഘട്ടം, കോൺഗ്രസും ബംഗാൾ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, കേരള കോൺഗ്രസ് പോലെ. ആ ബംഗാൾ കോൺഗ്രസ് ആണ് CPM-ആയിട്ട് അലയൻസ് ആയിട്ട് അവിടെ ആദ്യം ഭരിക്കുന്നത്. അതിന് ശേഷമാണ് CPM ഭരിക്കുന്നത്. ആ CPM-ൻ്റെ ഭരണം ദീർഘകാലം, ഏതാണ്ട് 35 വർഷത്തോളം വരുന്നു. 35 വർഷം കൊണ്ട് നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ചു എന്നുള്ളതാണ്. ഗുണ്ടാപിരിവുകളുടെ കേന്ദ്രമായിരുന്നു പശ്ചിമ ബംഗാൾ എന്നുള്ളതാണ്. പാർട്ടി തന്നെയാണ് ഗുണ്ടകളെ പരിപാലിക്കുന്നത്. ആ ഗുണ്ടകൾ തന്നെയാണ് പശ്ചിമ ബംഗാളിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് മാറ്റം വരുന്നത്. മാറ്റം വന്നപ്പോൾ എങ്ങനെയാണ് മമതാ ബാനർജി ആരുടെ കൂടെ അധികാരത്തിലേക്ക് വന്നത്? മമതാ ബാനർജി CPM-നെ തുരത്താനായിട്ട് തോളിൽ കൈയിട്ടത് മാവോയിസ്റ്റുകളുടെയാണ്, നക്സലൈറ്റുകളുടെയാണ്. ആ നക്സലൈറ്റുകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അധികാരം പിടിച്ചെടുത്തിട്ടാണ് മമതാ ബാനർജി എന്ത് ചെയ്തത്? അവിടെ CPM-നെ തുരത്തി അധികാരത്തിലേക്ക് വന്നത്. എന്നിട്ട് അവിടെ മാവോയിസ്റ്റുകളുടെ കാര്യത്തിനേക്കാളേറെ ബംഗ്ലാദേശികളുടെ കാര്യത്തിലാണ് മമതാ ബാനർജി മുൻതൂക്കം കൊടുത്തത്. പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ കാര്യത്തിനേ അല്ലായിരുന്നു. എന്നിട്ട് അവിടെ ഗതികെട്ട ജനങ്ങൾക്ക് പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും, പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മഹാരാഷ്ട്ര വൻതോതിൽ മാറിയിരിക്കുന്നു. ചേരി നിർമ്മാർജ്ജനം തൊട്ട് ഹൈടെക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരെ മഹാരാഷ്ട്രയിൽ വന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടിപ്പുറത്ത് ബീഹാർ നോക്കുമ്പോൾ ജംഗൽ രാജായിരുന്നു. ജംഗൽ രാജ് എന്ന് പറയുന്ന കാട്ടുനീതി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ബീഹാർ അടിമുടി മാറി. സുശാസൻ ബാബു എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി അവർ വിളിക്കാന്ന് പറയും, നിതീഷ് കുമാറിന്. പിന്നെ ഉത്തർപ്രദേശ് നോക്കുമ്പോഴത്തേക്ക് ഉത്തർപ്രദേശ് ഗുണ്ടകളുടെ കേന്ദ്രം അധോലോക വാഴ്ചയുമായിരുന്നത് യോഗി ക്ലീൻ ആക്കിയെടുത്തു. അപ്പോൾ ഇവർക്ക് വിശ്വാസമായി ജനങ്ങൾക്ക്, ഞങ്ങൾക്കിത് വേണം. ഈ മമതാ ബാനർജി എന്ന് പറയുന്നത് കാട്ടുനീതിയാണ് നടപ്പിലാക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇതല്ല, ഞങ്ങൾക്ക് ശരിയായ ഭരണം വേണമെന്നുള്ളത് കൊണ്ട് ജനങ്ങൾ മാറി ചിന്തിക്കുന്നു. ഇപ്പോൾ ലീഡ് നിലകൾ വരുമ്പോൾ തന്നെ BJP ഉറപ്പിക്കുകയാണ് പശ്ചിമ ബംഗാൾ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് BJP പശ്ചിമ ബംഗാൾ വരുന്ന വലിയ സന്തോഷമാണ്, ശരിയാണ്. പക്ഷേ അതിനേക്കാളേറെ സൗന്ദര്യമുള്ള മറ്റൊരു വിജയം കൂടിയുണ്ട്. അത് മാമാജിയുടെ വിജയമാണ്, ആസാമിലെ വിജയമാണ്. മാമാജി എന്ന് പറയുന്ന കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർ, ജനങ്ങൾക്കിടയിൽ എന്തൊരു സ്വീകാര്യതയാണ്. അദ്ദേഹത്തോട് ആൾക്കാർക്കുള്ള സ്നേഹം എന്താണ്. ആബാലവൃദ്ധം ജനങ്ങളും എത്തിയെന്നൊക്കെ നമ്മൾ പ്രയോഗത്തിൽ പറയുമല്ലോ. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ആബാലവൃദ്ധം ജനങ്ങൾ, 90-95 വയസ്സായ അമ്മൂമ്മമാർ മാമാജി എന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഹാരമൊക്കെ ഇട്ട് കൊടുത്ത് അത്ര സ്നേഹത്തോടെ സ്വന്തം മകനെ കാണുന്ന പോലെയാണ്. കാരണം അവരുടെ ആത്മാഭിമാനം നിലനിർത്തിയ മനുഷ്യനാണ്. അവരുടെ ജീവിതം ജീവൻ നിലനിർത്തിയ ആളാണ്.
ജീവൻ നിലനിർത്തി എന്ന് പറയുന്നത് നിസ്സാരമല്ല. വർഗീയ ലാഭങ്ങൾ കൊണ്ടും ഈ പറയുന്ന ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിലൂടെയും അക്രമം അഴിച്ചുവിട്ടും ഇവിടെ നശിപ്പിക്കാൻ അവിടുത്തെ ഹിന്ദു സമൂഹത്തെ, അവിടുത്തെ ആസാമികളെ, അവരുടെ ഭാഷയെ, സ്വത്വത്തെ, സംസ്കാരത്തെ എല്ലാത്തിനെയും നശിപ്പിക്കാൻ വന്നവർക്കെതിരെ പോരാടിയത് ഈ ഹിമന്തയാണ്. അതുകൊണ്ട് ആ ഹിമന്തയോടുള്ള സ്നേഹം, നന്ദി, അതാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേക്കും വലിയ മുന്നേറ്റമാണ്. കോൺഗ്രസ് 7-8 സീറ്റിലേക്ക് ചുരുങ്ങുകയാണ് ആസാമിൽ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ചുരുങ്ങി ആകെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് അവിടെ എത്തുകയാണ്. അവിടെ BJP വൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ആസാം BJPയുടെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്ത ഒരു സംസ്ഥാനമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ആ രീതിയിൽ ആസാമിലെ കാര്യം പറയുമ്പോൾ ഹിമന്ത എടുക്കുന്ന ഓരോ നടപടികൾക്കെതിരെയാണ് കോൺഗ്രസ് അപ്പോഴും. ഹിമന്തയുടെ മുന്നേറ്റം ഉണ്ടായിട്ട് പോലും ഹിമന്ത എടുക്കുന്ന നടപടികൾക്കെതിരെയാണ് കോൺഗ്രസ് നിലപാടെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ജനങ്ങൾ വീണ്ടും മനസ്സിലാക്കുകയാണ് ഇവർ ഞങ്ങളെ ചതിക്കുകയാണ്, ഇതല്ല നമുക്ക് വേണ്ടത് എന്നുള്ളത് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ആ ഒരു വലിയ വിജയത്തിലേക്ക് കൂടി പോകുന്നത്. അത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് എനിക്ക് പോണ്ടിച്ചേരിയുടെ രാഷ്ട്രീയം, അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തോട് ചേർന്ന് കിടക്കുന്നത്, എന്നാൽ സാംസ്കാരികമായി ഏറെ വൈവിധ്യങ്ങൾ നിറഞ്ഞത്. എന്നിട്ട് കൂടിയും അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുന്ന BJP ആണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഭരണത്തിൽ ഒരു രാഷ്ട്രീയ സംസ്കാരം അവിടെ അപ്പാടെ മാറുന്നത് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. അവിടെ പോണ്ടിച്ചേരിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് വിവിധ സംസ്ഥാനങ്ങളുടെ ഒരു ചിത്രത്തെ നമുക്കവിടെ കാണാൻ കഴിയും. ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പോണ്ടിച്ചേരി എന്ന് പറയുന്ന, നമുക്ക് ബാംഗ്ലൂരൊക്കെ പോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംസ്ഥാനം പോണ്ടിച്ചേരിയിൽ ഈ പറയുന്ന ഭാഷാ വൈവിധ്യമുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, സാംസ്കാരികമായി വ്യത്യസ്തതകളുണ്ട്. കാരണം ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്ന സ്ഥലമാണ്. അതിനുശേഷം വളരെയധികം ആധ്യാത്മിക മുന്നേറ്റം കൂടെ നേടിയ സ്ഥലമാണെന്നുള്ളതാണ്. അരവിന്ദോയുടെ ആശ്രമമൊക്കെ അവിടെയാണല്ലോ. അപ്പോൾ ഈ പോണ്ടിച്ചേരിയിൽ വലിയ സ്വീകാര്യത BJPക്ക് ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ട ഒരു രാഷ്ട്രീയമാണ് BJPക്കുള്ളതെന്നും അതവിടെ വർക്കൗട്ട് ആവുമെന്നുമൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന ഈ വംശീയ ദ്രാവിഡ രാഷ്ട്രീയമുണ്ടല്ലോ, വംശീയ വിദ്വേഷത്തിൻ്റെ, ആ വിദ്വേഷ രാഷ്ട്രീയം ഞങ്ങൾക്ക് വേണ്ടാന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു. കാരണം കുറച്ചുകൂടി വിദ്യാഭ്യാസം നേടിയ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ കൂടുതൽ എഡ്യൂക്കേറ്റഡായി, കൂടുതൽ വിദ്യാസമ്പന്നരായി, വായനയിലൂടെ, അറിവിലൂടെയൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് BJP ആണ് ബദൽ മാർഗം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് BJP തമിഴ്നാട്ടിലാകെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വളരാൻ സാധ്യതയുണ്ട്. പുതുച്ചേരി പോലെ. എനിക്ക് പുതുച്ചേരി BJPയുടെ ഒരു പ്രതീക്ഷയായിട്ടാണ് കാണുന്നത്. ഞാനെപ്പോഴും ഒരു പ്രതീക്ഷയുടെ തുരുത്ത് അത് തമിഴ്നാട്ടിലാകെ പടരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആസാമും പശ്ചിമ ബംഗാളും. അത് രണ്ടും ഏറെ പ്രാധാന്യമുള്ളതാണ്. അവിടെയാണ് BJP നിർണായക ശക്തിയായിട്ട് ഇത് ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ആദ്യത്തെ ഒരു ഫലസൂചനകളെല്ലാം നൽകുന്നത് അത് തന്നെയാണ്. BJP അവിടെയും താമര വിരിയിക്കും. ആസാമിൽ ഉറപ്പ്, ആസാമിൻ്റെ കാര്യത്തിൽ ഇനി ചിന്തിക്കേണ്ട, ആസാം ഉറപ്പിച്ചു കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ BJP തന്നെയാണ്. അത് ഈ സൂചനകളിൽ നിന്ന് വാസ്തവത്തിലേക്ക് നമ്മൾ അടുക്കുന്നു. പറഞ്ഞിരുന്നത് പോലെ തന്നെ, എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെ തന്നെ അതിലും അധികമായാലേ ഉള്ളൂ, ഒരിക്കലും താഴെ പോയില്ല എന്നുള്ളത് ആദ്യ ഫലസൂചനകളിൽ നിന്ന് സുവ്യക്തമാണ്.